എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും കുറച്ച് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ പി എസ് സി പ്രൊഫൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പി എസ് സി ഓഫീസിൽ വിളിച്ച് ചോദിക്കണോ, അല്ലെങ്കിൽ കഫേയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂസർ ഐ ഡി, പാസ്വേഡും പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് നമ്പേഴ്സും ഡിജിറ്റ്സും ആയിട്ടുള്ള നമ്പേഴ്സും ലെറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു OTP സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് കാണാൻ പറ്റും. അപ്പോൾ സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ OTP വരും. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വെരിഫൈ OTP കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ആവും. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഫോണിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ക്രോമിൽ എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഒന്നില്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പറ്റും, വേറെ ഏതെങ്കിലും ബ്രൗസറിൽ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ആർക്കാണെങ്കിലും എല്ലാവർക്കും ജനറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന 2 സെക്ഷനാണ്, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറലും ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് ജനറലും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പോസ്റ്റുകളുടെ പേര് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റും. അല്ല നിങ്ങൾക്ക് ഡൗട്ടാണ്, അതായത് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണെങ്കിൽ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണിക്കും നോട്ട് എലിജിബിൾ എന്ന്, ഇൻഎലിജിബിൾ എന്ന് കാണിക്കും. വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നുള്ളത് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന് റീസൺ എന്നുള്ളത് കാണാൻ പറ്റും. അതായത് ഇവിടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ മാച്ച് അല്ല, അതുകൊണ്ടാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാത്തത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത പോസ്റ്റ് ആണെങ്കിൽ അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അടുത്തത്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ റിസർവേഷൻ SR NCA നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ ഒക്കെ വരികയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എനിക്കതൊന്നും എലിജിബിൾ അല്ലാത്തതുകൊണ്ടാണ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണിക്കുന്നത്. അതിലും പോസ്റ്റുകൾ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രൊഫൈലിൽ ആദ്യം തന്നെ നിങ്ങൾ ഏതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ കറക്റ്റ് യോഗ്യതയാണെങ്കിൽ അപ്ലൈ നോ എന്ന് കാണിക്കും. അപ്ലൈ നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ചിലർക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്തത്. എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.